നമസ്കാരം. ഹമാസ് എന്ന ഭീകര സംഘടനയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി സർവ്വശക്തി ഉപയോഗിച്ച് അവർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുകയാണ്. അവർ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായിരിക്കുന്നതായിട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിനോട് ഈ ഒരു തീരുമാനത്തോട് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തോട് ഇനിയും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ഒരു ധീരമായ മുന്നേറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിലെ ബഫോർട്ട് റിഡ്ജിലുള്ള ഹിസ്ബുള്ളയുടെ ഒരു ഭൂഗർഭ താവളം, അത് അസാമാന്യമായ വലിപ്പമുള്ള ഈ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രം അല്ലെങ്കിൽ അവരുടെ രഹസ്യ താവളം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഇതിനായി ഉപയോഗിച്ചത് 700 ടൺ സ്ഫോടക വസ്തുക്കളായിരുന്നു എന്ന് പറയുമ്പോൾ ഈ തുരങ്കത്തിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയും വലിപ്പത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളാണ് ഹമാസ് ഗാസയിൽ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ ലെബനൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ളയും നിർമ്മിച്ചിട്ടുള്ളത്. ഇവ ഓരോന്നോരോന്നായി തകർക്കുകയാണ്. ഈ മാസം 13-ാം തീയതിയും ഇത്തരത്തിലുള്ള ഒരു തുരങ്ക ശൃംഖല ഇസ്രായേൽ തകർത്തിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഈ ബഫോർട്ട് റിഡ്ജിലെ ഭൂമിക്കടിയിലുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമധ്യത്തിലെ പ്രധാനപ്പെട്ട പല മന്ദിരങ്ങളും സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടിയിലായിട്ടാണ് ഈ ഭൂഗർഭ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. വലിയ വലിപ്പമുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ സൗകര്യമുള്ള, ഇവർക്ക് ആയുധങ്ങൾ സൂക്ഷിക്കാൻ സംവിധാനങ്ങളുള്ള, ഹിസ്ബുള്ളയുടെ നേതാക്കൾക്ക് ഒളിച്ചിരിക്കാൻ താമസ സൗകര്യമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള പടുകൂറ്റൻ തുരങ്ക ശൃംഖല തന്നെയാണ് 700 ടൺ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഇതിന് പെട്ടെന്ന് ഇസ്രായേലിൻ്റെ പ്രകോപനമായ കാരണങ്ങളിലൊന്ന്, കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു ബുൾഡോസറിന് നേർക്ക്, അതായത് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ബുൾഡോസറിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു. അതിൽ സൈനികരാരും ഇല്ലായിരുന്നുകൊണ്ട് ആളപായം ഉണ്ടായില്ല. എങ്കിലും ഹിസ്ബുള്ളയും ലെബനനും വാക്ക് മാറി എന്നും ഇവർ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൻ്റെ തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം തങ്ങൾ നടത്തുന്നത് എന്നും ഇനിയും ഇത്തരത്തിലുള്ള പല തുരങ്കങ്ങളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സും ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അവയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ തങ്ങൾ ആക്രമിക്കും എന്നാണ് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ്. ഹിസ്ബുള്ളയുടെ നിലവിലുള്ള പല പ്രധാനപ്പെട്ട നേതാക്കളും സൈനികരും ഈ തുരങ്കങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം താർത്ത ഈ ബഫോർട്ട് റിഡ്ജിലെ ഭൂഗർഭ തുരങ്കത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഇസ്രായേൽ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതേ തുടർന്ന് ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന അവിടെ ഒളിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കണ്ണുകളിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൃത്യമായി ഓരോ സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. ഹിസ്ബുള്ളയും ഹമാസും എല്ലാം തന്നെ പരമാവധി തങ്ങളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ച് അവിടെ ആയുധ സംഭരണവും അതുപോലെ നേതാക്കൾക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ സംവിധാനമുള്ള തരത്തിൽ അത്രയും വലുതായിട്ടാണ് ഈ തുരങ്കങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിരുന്നത്. ഹമാസ് തുരങ്കങ്ങളെക്കുറിച്ചും ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ നേരത്തെ പലതവണ ഇത് സംബന്ധിച്ച വാർത്തകൾ ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ഇത് വലിയൊരു ദൗത്യമായിരുന്നു എന്നാണ് ഇപ്പോൾ നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഇനിയും തുടരുകയാണെങ്കിൽ ശക്തിയായി തിരിച്ചടിക്കുമെന്നും ഇത്തരത്തിലുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും തങ്ങൾ തകർക്കുമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലെബനനിൽ നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും പലതവണ ട്രംപ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. ഹിസ്ബുള്ള ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഹമാസ് പൂർണ്ണമായും ഇല്ലാതാവുകയും അവർ ഏതാണ്ട് കീഴടങ്ങളുടെ പാതയിലാവുകയും ചെയ്തപ്പോഴും ഹിസ്ബുള്ള വീണ്ടും വീണ്ടും പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ കൈക്ക് ഒന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ്. അതിൻ്റെ കൂടി വ്യക്തമായ തെളിവാണ് ഈ 700 ടൺ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഈ ഒരു ഭീകര താവളം തകർത്ത് തരിപ്പണമാക്കിയത്. നമുക്കറിയാം, നേരത്തെയും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ എല്ലാം തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത്. ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായിരുന്ന വ്യക്തിയെ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ വധിച്ചത്. അതുപോലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളും മിസൈൽ ലോഞ്ചറുകളും എല്ലാം തന്നെ അവർ ബോംബിട്ട് നശിപ്പിച്ചിരുന്നു. അതുപോലെ പേജറുകൾ പൊട്ടിച്ചും വാക്കി ടോക്കികൾ ഉപയോഗിച്ചുമൊക്കെ തന്നെ അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുമൊക്കെ ഹിസ്ബുള്ളയെ നാമാവശേഷമാക്കാൻ ഇസ്രായേൽ വളരെ നാളുകളായി നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങളൊക്കെ തന്നെ വിജയം കാണുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അപ്പോഴും ഈ ഹിസ്ബുള്ള ചെയ്യുന്നത് പോലെ വീടുകളിലും മറ്റും ആളുകളെ ഭീഷണിപ്പെടുത്തി ആയുധ സംഭരണവും മറ്റും നടത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ
ഇസ്രായേലിന് അവിടെ ആക്രമണം നടത്തുന്നതിന് ചില പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഭൂമിക്കടിയിലുള്ള ഈ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇനി അവർക്ക് ആരുടെ അനുമതി ആവശ്യമില്ല. നേരത്തെ വെടിനിർത്തലിൻ്റെ ഭാഗമായി ഇത്തരം ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ട് എന്നറിയാമെങ്കിലും മാന്യതയുടെയും മര്യാദയുടെയൊക്കെ പേരിൽ ഇസ്രായേൽ അവിടെ ആക്രമിക്കാതിരിക്കുകയായിരുന്നു. ഇനി ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഈ ബാക്കിയുള്ള തുരങ്കങ്ങളും കൂടി തകർക്കും എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഈ പ്രധാനപ്പെട്ട ആക്രമണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സമീപകാലങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ സൈനിക നടപടികളൊന്നായി തന്നെ വേണം ഈ 700 ടൺ സ്ഫോടക വസ്തു ഉപയോഗിച്ചിട്ടുള്ള ഈ ഭൂഗർഭ തുരങ്കങ്ങളെ തകർത്ത സംഭവത്തെ നോക്കിക്കാണാൻ.